ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു റീസൺ ഉണ്ട്. എന്റെ നിലപാട് എന്താണ്? സ്പോട്ടിൽ പറയുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ ആ സ്പോട്ടിൽ പറഞ്ഞ് തീർക്കാനുള്ള ധൈര്യം കാണിക്കണം. ഞാൻ അങ്ങനെ കാണിക്കുക. എന്നെ ഒരു പുരുഷൻ എന്റെ മേല് തൊട്ട് ഞാൻ അപ്പം പ്രതികരിക്കും. അതിൽ കുറെ നാളെ അയ്യോ എന്നെ തൊട്ടല്ലേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം, ആ പരിപാടി വേണ്ടെന്നേ. ഇങ്ങനെ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമോ? ഒരിക്കലുമില്ല. ബട്ട് ഇന്ന് ഇതിനെ പറ്റിയുള്ളതല്ല ഈ വീഡിയോ. 2 വർഷം മുമ്പ് ബസ്സിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായി. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിയാക്ട് ചെയ്തൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു, വിത്ത് എ വീഡിയോ പ്രൂഫ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം ഈ കുട്ടിക്കെതിരെ തിരിയുന്ന കുറെ കാര്യങ്ങളാണ് കണ്ടത്. ഇതിൽ ക്രൈം ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നു. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മാലയിടാനായി പോകുന്നു. ഈ കുട്ടിയെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നു. അറ്റൻഷനും ഫോളോവേഴ്സിനും വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വരെ പറയുന്നു. പക്ഷേ ഇന്ന് ദ സെയിം ഒഫൻഡർ ഹാം സംവൺ എൽസ്. ഇന്ന് തൊട്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായി കുറെ അധികം ആളുകൾ ഉണ്ടായിരിക്കാം. ബട്ട് വാട്ട് അബൌട്ട് പാസ്റ്റ് 2 years? എന്തൊക്കെ കാര്യങ്ങളിൽ കൂടെ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു കാര്യത്തിൽ സ്പോട്ടിൽ പ്രതികരിച്ചതിന്. ആൻഡ് യെസ്, ഐ ഷുഡ് സേ ദിസ്, റിപ്പീറ്റഡ് ആയി ഇങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരാൾ പാരാഫിലിക് ഡിസോർഡർ ഉള്ള ഒരാളായിരിക്കാം. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും അവർ ചെയ്തൊരു ക്രൈമിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഗൽ കോൺസിക്വൻസ് ഫേസ് ചെയ്യുക തന്നെ വേണം. ഇഫ് യു ഹാവ് ദാറ്റ് ഏർജ് ഇസ് ഫൈൻ, ബട്ട് അത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരിക എന്നുള്ളത് ഇസ് എ ക്രൈം. സോ ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുക തന്നെ വേണം. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് ലഭിക്കും. ആൻഡ് ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈമിന് സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക്, നിങ്ങൾ അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്, പകരം അങ്ങനെ ഒരു കാര്യം മറ്റൊരു പെൺകുട്ടിക്ക് സംഭവിക്കാൻ വേണ്ടി കാരണമാവുകയാണ് ചെയ്തത്.